എന്താടാ പൂവേ, നിനക്ക് പോലെ എണ്ണവും പിടിച്ചോ? മിണ്ടാതെ മിറുങ്ങാതെയുള്ള കിടപ്പേ. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ പറയുന്നത് ആരോടാ? അരകല്ലിന് കാറ്റ് പിടിച്ച പോലെ അവന്റെ ഒരു കിടപ്പേ. എന്റെ കർത്താവേ, നീ ഇത് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ? അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു കഴിച്ചാണല്ലോ. വൃത്തിയും എടുപ്പൊന്നും ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. കുളിച്ചില്ലേലും വേണ്ടിയില്ല, കയ്യിൽ കായ ഉണ്ടായാൽ മതി. ഈ നിൽക്കുന്ന മുതലാളി രണ്ടുപേരും ഉണ്ടല്ലോ, കഴിക്കാനെന്നുണ്ട് ചേട്ടാ. ഞണ്ടുണ്ട്, കൊഞ്ചുണ്ട്, കരിമീനുണ്ട്. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, റെഡിയാ. ജീവനുള്ള മീനെ പൊരിച്ചു കൊടുക്കാൻ പറ്റുമോ അവർക്ക്? ശശാങ്ക, ഓ പൊരിക്കുമ്പോ ജീവൻ പോയാൽ എന്നെ കുറ്റം പറയണം. നല്ല തമാശ. 2 ഗ്ലാസ് അടിക്ക്, അപ്പോഴേക്കും മീൻ റെഡി. പൂവേ, കായലിൽ പോയി 5-6 മീൻ പിടിച്ചോടാ, പിള്ളേർക്ക് കറി വെച്ച് കൊടുക്കട്ടെ. മീനെ പെട്ടെന്ന് വാ, മീനെ പിടിച്ച് ചാപ്പി കൊടുത്ത കപ്പയും മീനും കിട്ടുമല്ലോ. മീനെ പെട്ടെന്ന് വാ, ചാപ്പിൽ കൊണ്ട് കത്തി വെക്കാം. പെട്ടെന്ന് വാ, കിട്ടി മീനെ കിട്ടി. അത് തന്നെ ഞാൻ പിടിക്കും. മീനെ കിട്ടി, ചാപ്പിലെ കല്ല് കിട്ടുമല്ലോ. കൃഷ്ണ, ഈ മുട്ട മുഴുവൻ തൂത്തന്റെ നടു ഒടിയും. ഒരു ഇരുമ്പ് ജോലി മേടിച്ചു തരാൻ പറഞ്ഞ അച്ഛൻ കേക്കത്തില്ല. ആരോട് പറയാൻ, ആര് കേക്കാൻ? എന്ത് പാടി നീ പിറുപിറുക്കുന്നേ? കിഴക്ക് വെള്ള കയറിയപ്പോ തുടങ്ങിയ തൂപ്പ. അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ടെങ്കിലും എപ്പോഴും അവള് ഫോണില്ല. ഫോൺ ഒഴിച്ചിട്ടാണെങ്കിൽ അടുക്കളയിൽ കയറാനോ 4 അക്ഷരം പഠിക്കാനോ ഒക്കെ സമയമില്ല. ഞാനൊന്നും പഠിക്കാത്തോണ്ടാന്നല്ലോ അകത്തെ മുറി മെഡലുകൾ ഇരിക്കുന്നേ. അതമ്മ മീൻ വിറ്റതുകൊണ്ടാണോ ഞാൻ പഠിച്ചോണ്ടാണോ? പെണ്ണെ, നിന്റെ തറതല മറിച്ചിരിച്ച് കൂടുന്നുണ്ട്. അകത്തെ മുറിക്കകത്താണെങ്കിൽ മൂലയിൽ മുഴുവൻ തുണി കൂട്ടിയിട്ടേക്കുക. അതിനകത്ത് പാമ്പ് കയറി പറ്റാലും നീ അതേ തുടരുത്. തൊടാനൊട്ട് സമ്മതിക്കത്തുമില്ല. കൊഞ്ചിച്ചു വഷളാക്കി വെച്ചിരിക്കുക. ഒന്നേ ഉള്ളെങ്കിലും ഒലക്കടിച്ച് വളർത്തണമെന്ന. അത് ചെയ്യാത്തതാ എന്റെ തെറ്റ്. അടുക്കളയിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്യടി, കൊണവധികാരം അടിച്ചോണ്ട് ഇവിടെ നിൽക്കാതെ. നാളെ വേറെ വീട്ടിൽ പോയി ജീവിക്കാനുള്ളതാ. കാത്തുമതെ, ഈ പിരിക്കുന്ന മീനെ വൈത്തം കോത്തിയൊന്നും കേട്ടോ. എന്റെ പൊന്നെണ്ണ, ഈ മീനൊന്നും അക്വേറിയത്തിലിടാൻ പറ്റത്തില്ല. അതിൽ നല്ല ഭംഗിയുള്ള മീനെ ഇടാൻ പറ്റത്തുള്ളൂ. കുഞ്ഞിന് എന്നെ എന്റെ മീനെ ഇഷ്ടമല്ല, ആ ചില്ലുകുത്തി കേൾക്കുന്ന മീനല്ലേ ഇഷ്ടം. ഡാ പൂവേ, നീ വിഷമിക്കണ്ടടാ. അവക്ക് വേണ്ടെങ്കിൽ വേണ്ട. ആ കിട്ടുന്ന മീനെ നീ ഞങ്ങൾക്ക് ഇങ്ങ് കൊണ്ടുത്താ. എന്താടാ പൂവേ ഇവിടെ ഒരു തർക്കം? അച്ഛാ, ഈ പൂവണ്ണ എന്നോട് വഴക്കുണ്ടാക്കുക. പോട്ടെ മോളെ, അവൻ നിന്റെ പാവം പൊന്നണനല്ലേ. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഹായ് സ്പൈഡർമാൻ, എത്ര നേരം ഞാൻ നോക്കി നിൽക്കുന്നു. സമയം ഒത്തിരിയായി. എന്നെ വീട്ടിൽ തിരക്കും. സോറി മോളു, ഐ ആം വെരി ബിസി മാൻ. അങ്ങനെ അങ്ങ് പിണങ്ങാതെ മോളെ. നീ പറഞ്ഞ സാധനം എത്ര കഷ്ടപ്പെട്ടാ കൊണ്ടെന്നറിയോ? ഡാഡി വീട്ടിലെന്നറിയാം. എന്നിട്ട് ഞാൻ വന്നതേ നിന്നുള്ള ഇഷ്ടകൂടലുണ്ടാ. ഐ ലവ് യു കാത്തു. നീ കേറി, നമുക്കൊന്ന് കറിയിട്ട് തരാം. സൂപ്പർ.
എനിക്ക് എന്തിന്റെ കുറവാണ്? ഒരു കാണാൻ കൊള്ളില്ലേ? കൊള്ളാമല്ലോ. ആര് പറഞ്ഞത്? കാശില്ലേ? ഉണ്ടല്ലോ. ഇല്ലെന്നാര് പറഞ്ഞു? ആരോഗ്യമില്ലേ? അയ്യോ, ഇത് എന്തൊരു മസിലാന്നറിയോ? എന്നിട്ട് അവൾക്ക് എന്താടാ അവനോട് ഇത്ര ആരാധന? അവനെ മതി. നേതാവേ, അതിന് പരിഹാരം ഞാൻ കണ്ടോളാം. പൂന്താനത്തെ പറ്റി ഒട്ടേറെ ഐതിഹ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ വരാവേ. കത്തു ചേച്ചി, ഞങ്ങളും വരുന്നു. ഇന്നലെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ സ്പൈഡർമാൻ്റെ സ്റ്റിക്കർ ഇന്ന് വാങ്ങിച്ചു തരണം. എനിക്കും വേണം. കാത്തു, മോള് പൊക്കോ. ഇവരെ കൊണ്ടുപോകാൻ ഇവരുടെ അച്ഛൻ വരുമെന്നാ പറഞ്ഞു. മോളും. ഹായ് സ്പൈഡർമാൻ, എത്തിയോ? ഞാൻ ദാ എത്തിക്കഴിഞ്ഞു. ഇന്നലെ പറഞ്ഞ പട്ടുപാടം ബ്ലൗസ് ഇട്ടേക്കുന്നേ. എന്റെ ദൈവമേ, ഇറങ്ങി വേടാ. എന്താടാ? പെൺപിള്ളാരെ വളർത്തുമ്പോഴേ അടക്കത്തി ഒതുക്കത്തി വളർത്തണം, അല്ല ഈ പരുവത്തിൽ പലയിടത്തും കിടക്കും. എന്താ ഈ പിച്ചും പേയൊക്കെ പറയുന്നത്? ഷാപ്പിലെ മട്ടുവെല്ലാം വലിച്ചു കയറ്റി നാശം. മട്ടിയും ചട്ടയും പട്ടയെന്ന് പറഞ്ഞ് ഇവിടെ നിന്നു. ഇയാളുടെ പൊന്നുമോളുണ്ടല്ലോ, കായൽ തീരത്ത് ബോധം കെട്ട് തുണി പോലുമില്ല കിടക്കുന്നു. എന്താ പറയുന്നത്? താനും തന്റെ പെണ്ണുമ്പിള്ളയും കൂടെ പുന്നാരിച്ച് വളർത്തിയ മോരുണ്ടല്ലോ, അവൻ കാണിച്ച പണിയാന്ന് തോന്നുന്നു. എടുത്ത് പെട്ടെന്നെങ്ങാനും ആശുപത്രിയിലാണ് കൊണ്ടുപോകും. പിന്നീട് അറിയാൻ കാര്യങ്ങളുടെ കിടപ്പ്. എന്റെ ദൈവമേ, എന്റെ കാർത്തുമോളെ, എന്റെ പൊന്നുമോളെ, എന്റെ മോളെ, എന്റെ പൊന്നുമോളെ,
കാത്തുമോളെ കാത്തുമോളെ മീൻ 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 നീ അയ്യോ നിന്നെ ഞാൻ എത്ര നാളായിട്ട് അന്വേഷിച്ചെടുക്കണ നീ ഈ പാവം പിടിച്ച എന്റെ പൂവിനെ എനിക്കറിയാം. കരയണ്ട മോൻ, കരയണ്ട. മോൻ കരയണ്ട, മോൻ കരയണ്ടടാ, മോൻ കരയണ്ടടാ, അമ്മയുണ്ടടാ. ഞാൻ കുടിച്ചത് കള്ളാണ്. ഞാൻ കുടിച്ചത് കള്ളാണ്. തലകറഞ്ഞും തമ്മീനാണ് കൊണ്ടുതരാം, മീൻ പൊരിച്ചു തരാം. പിടിച്ചത് രണ്ടാണ്, കൈ കത്തിച്ചപ്പോ കൊഞ്ചാണ്. ഞാൻ കൊണ്ടുവന്ന് സാറേ ഞാനങ്ങ് പേടിച്ചു പോയി. സാറിന്റെ വരവ് കണ്ടപ്പം കച്ചവടം നടക്കുന്ന സമയമല്ലേ സാറേ. സത്യം എന്നാണേലും തെളിയണം, അത് പൂവായാലും കായായാലും. എന്റെ സാറേ, എഴുന്നേറ്റ് തരയ്ക്കാൻ കൽപ്പില്ലാത്ത പൂവിനെ വിട്ടേക്ക്. ആ കാത്തുകൊച്ചു ഏതൊരു മുള്ളച്ചി കിടക്കുന്ന ഫ്രീക്കച്ചല്ലേ, അവനെ ചെന്നുപിടി. നിർത്ത കവിയും കവിതയൊക്കെ. ആരെയൊക്കെ പ്രതിയാക്കണം ആരെയൊക്കെ പ്രതിയാക്കണം ഞങ്ങൾ തീരുമാനിക്കും. കൂടുതൽ സംസാരിച്ച കവി അങ്ങ് അകത്ത് കിടക്കും. നമസ്കാരം സാർ. അവനെ അറസ്റ്റ് ചെയ്തതിൽ സന്തോഷം. നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നുണ്ട്. ഒരു കാരണവശാലും അവന് ജാമ്യം കിട്ടരുത്. ആ വകുപ്പ് വേണം നിങ്ങൾ എഴുതി ചേർക്കാൻ. കാണേണ്ട രീതിയിൽ നിങ്ങളെ ഞാൻ കാണും. പവിത്രനെ അറിയാലോ. ഓക്കേ. അറിഞ്ഞു ചേട്ടാ, നമ്മുടെ പൂവിനെ പോലീസ് പിടിച്ചെന്ന്. കാത്തൂനെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ ശരിയാണോ ചേട്ടാ? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറ. ഈ നാട്ടിൽ ആർക്കും ഇല്ലാത്ത വിഷമം നിന്റെ മുഖത്ത് കാണുന്നുണ്ടല്ലോ. എന്താ പ്രേമം അതോ സ്നേഹമോ? ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. കാണാൻ കൊള്ളാത്തവനെയും കുളിക്കാത്തവനെയൊക്കെ പ്രണയിക്കുന്നതാണല്ലോ സുന്ദരിമാരുടെ ഒരു സ്റ്റൈല്. ഇപ്പൊ അവൻ ബലാത്സംഗ വീരൻ. അധികം നീ അവനെ താലോലിച്ചാലുണ്ടല്ലോ ഞാനൊരു കൊലപാതകയാകും. അതെന്നെ ആക്കരുത്. ഓടിയകത്ത്. മോനെ കണ്ണ, അമ്മ പലപ്പോഴും തോറ്റു പോവാണ് നിന്റെ അച്ഛന്റെ വാക്കുകൾക്ക് മുമ്പിൽ. നീ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ പൂവിന്റെ അത്ര ഉണ്ടായനെ. അയാൾ എന്തു പറഞ്ഞാലും ഞാൻ എതിർത്തൊന്നും പറയില്ല. കാരണം എനിക്ക് നീയും പൂവും ഒരുപോലെയാണ്. ആരെന്തു പറഞ്ഞാലും മോൻ എന്നെ അവിശ്വസിക്കില്ലെന്ന് ഈ അമ്മയ്ക്ക് അറിയാം. അത് മതി ഈ അമ്മയ്ക്ക് ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ.
ടീച്ചറമ്മേ, 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 എന്താ മനസ്സിലേ? എന്റെ കുഞ്ഞിന്റെ മാനം പോയി. നമ്മുടെ കാത്തുമോട് ഇവിടുത്തെ സാറ് വിചാരിച്ച എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ പറ്റും. ടീച്ചറമ്മ ഒന്ന് പറയണേ. ടീച്ചറമ്മയുടെ മോളല്ലേ അവള്. എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചവന്റെ തലയിൽ ഇടിച്ചു. സർ, ഇവൻ എനിക്ക് ജനിക്കാതെ പോയ എന്റെ മകന്. ഇവൻ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്റെ പൊന്നു സാറേ, ഇത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാ. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ പറ്റിക്കാൻ ഇവന്മാരും ഇവന്മാരെ പൊതിഞ്ഞു വെക്കാൻ കുറെ നേതാക്കന്മാരും. ഇതാണ് സാറേ നമ്മുടെ നാടിന്റെ ശാപം. പവിത്ര സാറ് പറഞ്ഞോണ്ട് ഇത് നിർത്തുക കേട്ടോ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ചെയ്തത് ആ പൂവാ. സാറ് വേണേ തിരക്കി നോക്ക്. ഏത് സമയം അവരുടെ വീട്ടിൽ കയറി ഇറങ്ങുന്നത് അവനാ. എനിക്ക് കാത്തുവിന് ഇഷ്ടമായിരുന്നു, ആത്മാർത്ഥമായ ഇഷ്ടം. ഹലോ, ശരി സാർ, ഞാൻ എന്താ വരും. വേറെ കാര്യം നോക്കി. സാറേ 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 തുറക്ക് സാറേ. എന്താടാ ഈ നേരത്ത്? മനുഷ്യൻ ഉറക്കത്തില്ലേ? അറിഞ്ഞോ നേതാവേ, നമ്മൾ പൂവിനെ കൊടുക്കാൻ ഇറക്കിയ ഫ്രീക്കച്ചനെ പോലീസ് പൊക്കി. അവൻ തത്തേം മാടത്തേം പറയുന്ന പോലെ എസ്ഐയോടെല്ലാം വിളിച്ചു പറഞ്ഞു കാണും. സാർ ഒന്ന് വിളിച്ച് ചോദിക്കണം. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുപോലെ ഇരിക്കും. എന്റെ ഒരു സംശയമാ. നീ കൂടുതൽ സംശയിക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഓഹോ, നേരെ ഒന്ന് വെളുക്കട്ടെ. ശരി. അവൻ അങ്ങനെ വല്ലതും പറഞ്ഞാൽ അവനെ കുടുങ്ങൂ. ആഹാ, അതിനുള്ള കഴിവ് എനിക്കുണ്ട്. ഉണ്ട്. ഞാൻ ആ പൂവിന്റെയും ചേച്ചിയുടെ കാര്യം സാറിനോട് പറഞ്ഞുകൊണ്ടല്ലേ ഒരു കുടുംബം കലങ്ങാതിരുന്നത്. അത് സാറ് മറക്കല്ലേ. ഞാൻ പെട്ടാൽ എൻ്റെ കുടുംബം പട്ടിണിയാ. ആകെയുള്ളൊരു പിടി സാറേ ഉള്ളു. ഞാൻ പോവുക, രാവിലെ കാണാം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറേ മറക്കല്ലേ, അറിയിക്കണേ. ശരി ശരി സാർ. കിട്ടിയേ, മീനെ കിട്ടിയേ, മീനെ കിട്ടിയേ, മുതലാളി മീനെ കിട്ടിയേ. അവന്റെ ഒരു മീൻ പോടാ അവിടുന്ന്. മുതലാളി മീനെ കിട്ടി, മുതലാളി മീനെ കിട്ടി, മീനെ പിടിച്ചു വെച്ചിരുന്നു. മുതലാളി എന്താ പഠിക്കുന്നത്? ഞാൻ വരിക. കണ്ട, ഞാൻ പിടിച്ചു. മീനുണ്ടായിരുന്നു നിൻ്റെ അകത്ത്, മീനുണ്ടായിരുന്നു നിൻ്റെ അകത്ത്. ഞാൻ പിറ്റിയായിരുന്നു. ആ വള്ളത്തിലുള്ള മീൻ എടുത്തോണ്ട് പോയി നേരെ കറി വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇവൻ വെട്ടിയിരും തട്ടിയിരുവാണെന്ന്. മുതലാളി എന്നെ വിശ്വസിക്കത്തില്ലല്ലോ, ഈ കിറുക്കനെ വിശ്വസിക്കും. ഇപ്പൊ പിടി കിട്ടിയല്ലോ കാര്യങ്ങള്. എന്നെ തല്ലുകൊല്ലു ചെവിനെ ഞാൻ പിരിക്കുകയും ചെയ്യും, കൊണ്ടുപോവുകയും ചെയ്യും. തുറപ്പ മീനമ്മ, ഈ നാട്ടുവയ്പ് മതി. ആർക്കും വേണ്ടാത്ത പോ, അരുമില്ലാത്ത പോ. അതുകൊണ്ട് അമ്മ പൊക്കോ. അമ്മയുടെ മക്കള് പൂവനെ പോലെ വരുന്നത്. ആരെ നോവിക്കാനോ ഒന്നിനെ കൊല്ലാനോ ഈ പൂവില്ല. ഈ പൂവിനത് പറ്റില്ല. അമ്മയുടെ സത്യം. എന്നെ വേണ്ടത് കരയിൽ നിന്ന് എൻ്റെ കരമെത്ത ഞാനും വരുക.
ആ